റേഡിയേഷൻ ബഹിരാകാശത്തിലൂടെയോ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ അല്ലെങ്കിൽ കണികകളായോ ഒരു മാധ്യമത്തിലൂടെയുള്ള ഊർജത്തിന്റെ ഉദ്വമനത്തെയും വ്യാപനത്തെയും സൂചിപ്പിക്കുന്നു. റേഡിയേഷനെ കുറിച്ച് അത്ര അറിയപ്പെടാത്ത ചില വസ്തുതകൾ ഇന്ന് കാണാം. ചില മൂലകങ്ങളിൽ നിന്ന് സ്വയമേവ വികിരണം പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി പ്രതിഭാസം 1896 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ ഹെൻറി ബെക്വറൽ കണ്ടുപിടിച്ചു. പോളിഷ് വംശജനായ ഭൗതിക ശാസ്ത്രജ്ഞയും രസതന്ത്രജ്ഞയുമായ മേരി ക്യൂറി റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് തകർപ്പൻ ഗവേഷണം നടത്തി. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായ പൊളോണിയം, റേഡിയം എന്നിവ കണ്ടെത്തുകയും റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ഉപയോഗിക്കുകയും ചെയ്തു. ഈ മേഖലയിലെ ക്യൂറിയുടെ പ്രവർത്തനങ്ങൾ അവർക്ക് 2 നോബൽ സമ്മാനങ്ങൾ നേടിക്കൊടുത്തു. ഒന്ന് ഭൗതികശാസ്ത്രത്തിലും മറ്റൊന്ന് രസതന്ത്രത്തിലും. അയണൈസിംഗ് വികിരണത്തിന് ആറ്റങ്ങളിൽ നിന്ന് ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണുകളെ നീക്കം ചെയ്യാനും അയണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചാർജ് കണങ്ങളെ സൃഷ്ടിക്കാനും ആവശ്യമായിട്ടുള്ള ഊർജമുണ്ട്. ആൽഫ കണങ്ങൾ, ബീറ്റ കണികകൾ, ഗാമ കിരണങ്ങൾ എന്നിവയാണ് അയണൈസിംഗ് റേഡിയേഷന്റെ സാധാരണ തരം. ഓരോ തരത്തിലും വ്യത്യസ്ത ഗുണങ്ങളും നുഴഞ്ഞുകയറ്റ ശേഷിയുമുണ്ട്. എക്സ്റേ ഇമേജിംഗ്, ക്യാൻസർ ചികിത്സയ്ക്കുള്ള റേഡിയേഷൻ തെറാപ്പി, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ആപ്ലിക്കേഷനുകളിൽ റേഡിയേഷൻ നിർണായക പങ്കുവഹിക്കുന്നു. രോഗനിർണയം, ചികിത്സ, ഗവേഷണം എന്നിവയ്ക്കായി ഈ വിദ്യകൾ ഉപയോഗിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നുള്ള കുറഞ്ഞ അളവിലുള്ള അയണൈസിംഗ് വികിരണത്തിന് വിധേയമാണ്. ഇത് പശ്ചാത്തല വികിരണം എന്നറിയപ്പെടുന്നു. ഈ വികിരണം കോസ്മിക് കിരണങ്ങളിൽ നിന്നും ഭൂമിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുതകളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് വരുന്നത്. ഇത് സാധാരണയായി സുരക്ഷിതവും താഴ്ന്ന നിലയിലുള്ളതുമാണ്. എന്നാൽ ഇത് ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം. റേഡിയേഷന് ധാരാളം പ്രയോജനകരമായ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും അത് ആരോഗ്യപരമായ അപകട സാധ്യതകളും ഉയർത്തുന്നു, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ. അയണൈസിംഗ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ശ്രദ്ധാപൂർവമായ നിയന്ത്രണവും സുരക്ഷാ നടപടികളും അത്യാവശ്യമാണ്. വൈദ്യശാസ്ത്രം, വ്യവസായം, ശാസ്ത്രീയ ഗവേഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സുരക്ഷിതവും ഫലപ്രദവുമായ ഉപയോഗത്തിന് റേഡിയേഷന്റെ വിവിധ തരങ്ങളും ഉറവിടങ്ങളും മനസ്സിലാക്കുന്നത് നിർണായകമാണ്. ഇതുപോലുള്ള ചെറിയ പുതിയ അറിവുകൾക്കായി ബുജിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്കും ചെയ്താൽ ഞങ്ങളുടെ അറിവുകൾ നിങ്ങളിലേക്കും പകരാൻ അതൊരു ഊർജ്ജമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് ബുജി.